सतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय। ॐ शान्ति शान्ति शान्ति। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्ति। ॐ लोकाः समस्ताः सुखिनो भवन्तु। लोकाः समस्ताः सुखिनो भवन्तु। लोकाः समस्ताः सुखिनो भवन्तु। ॐ शान्ति शान्ति शान्ति। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. നാം കഴിഞ്ഞ ഒരു 2.5 വർഷങ്ങളോളമായി ബാലകൃഷ്ണൻ നായർ സാറുടെ യുഗപ്രഭാവനായ ബ്രഹ്മനിഷ്ഠനായ യശശരീരനായ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറുടെ വ്യാഖ്യാനങ്ങൾ നോക്കി വരുന്നു. എല്ലാ ദിവസവും ആ സത്സംഗം 2.5 വർഷമായി നടക്കുന്നു. ആദ്യം നോക്കിയത് ഭഗവത്ഗീത ശിവാരവിന്ദമാണ്. അതിനുശേഷം ഭാഗവത ഹൃദയം, ഭാഗവതം ഏകാദശ സ്കന്ധം നോക്കി. അതിനുശേഷം യോഗവാസിഷ്ടം, അതും പൂർണ്ണമായി. ഇപ്പോൾ വേദാന്ത ദർശനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ ഒരു സത്സംഗം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിച്ച് എല്ലാ ദിവസവും അതിൽ നാം നമ്മുടെ പാരായണങ്ങളും അതിനെ തുടർന്നുള്ള ചർച്ചകളും പോസ്റ്റ് ചെയ്യുന്നു. 2.5 വർഷമായി ഈശ്വരകാരുണ്യം കൊണ്ടും ഗുരുകൃപ കൊണ്ടും അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനോട് അനുബന്ധിച്ച് യോഗവാസിഷ്ടം എന്ന അതിവിശിഷ്ടമായ ഗ്രന്ഥത്തെ ആസ്പദമാക്കി, ബാലകൃഷ്ണൻ നായർ സാറുടെ വ്യാഖ്യാനത്തെ ആസ്പദമാക്കി വാസിഷ്ഠസുധ എന്ന വ്യാഖ്യാനത്തെ ആധാരമായി വെച്ചുകൊണ്ട് ജ്ഞാനാമൃതം എന്ന ശീർഷകത്തിൽ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഇതിൻ്റെ ഒരു സത്സംഗം നാം ഇന്നലെ ആരംഭിച്ചിരുന്നു. ഇന്നലെ ഒരു ഫേസ്ബുക്ക് ലൈവും അതിനോട് അനുബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം വിശിഷ്ടമായ ഗ്രന്ഥങ്ങളും വ്യാഖ്യാനങ്ങളും നമ്മുടെ നിത്യജീവിതത്തെ, പ്രായോഗികമായി നമ്മുടെ നിത്യജീവിതത്തെ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കാനുള്ള വഴികൾ തീർച്ചയായും എല്ലാ ഗ്രന്ഥങ്ങളിലുമുണ്ട്. അത് അതിമനോഹരമായി വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ബാലകൃഷ്ണൻ നായർ സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളെ പ്രണമിച്ചുകൊണ്ട് ജ്ഞാനാമൃതത്തിൻ്റെ 2ാമത്തെ വീഡിയോ ഇന്ന് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു. നാം ആദ്യം നോക്കുന്നത് വാസിഷ്ഠസുധ തന്നെയാണ്. അതിൻ്റെ ആധാരമായിട്ട് തന്നെയാണ് നാം നോക്കുന്നത്. വാസിഷ്ഠസുധ അതിൻ്റെ മംഗളാചരണത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദിവി ഭൂമൗ തദാകാശേ ബഹിരന്തശ്ച മേ വിഭൂഃ യോ വിഭാത്യവഭാസാത്മാ തസ്മൈ സർവാത്മനേ നമഃ. ഇതാണ് മംഗളാചരണം. വൈരാഗ്യ പ്രകരണത്തിലെ ആദ്യത്തെ മന്ത്രമാണ്. നാം ഇതിൻ്റെ ഒരു പണ്ഡിതോചിതമായ വ്യാഖ്യാനവും അർത്ഥവും അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഓരോ മന്ത്രവും അതിൻ്റെ വ്യാഖ്യാനത്തിലൂടെ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്, പ്രായോഗികമായി നമ്മുടെ നിത്യജീവിതത്തിൽ ഈ മന്ത്രങ്ങളും ഇതിൻ്റെ വ്യാഖ്യാനങ്ങളും എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുക
എന്നുള്ളതാണ് നാം ഇവിടെ മുഖ്യമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നു. സ്വർഗത്തിലും അഥവാ തേജോമയമായ സൂക്ഷ്മ ശരീരത്തിലും ഭൂമിയിലും അഥവാ ജഡരൂപമായ സ്ഥൂല ശരീരത്തിലും ആകാശത്തിലും അഥവാ അവ്യക്തരൂപമായ കാരണശരീരത്തിലും പുറത്തും അകത്തും സർവവ്യാപിയായി ബോധസ്വരൂപനായി ആര് നിറഞ്ഞു വിളങ്ങുന്നുവോ എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും സ്വരൂപമായി വർത്തിക്കുന്ന ആ ഈശ്വരന് എൻ്റെ പ്രണാമം. ഈശ്വരനെ നാം മനസ്സിലാക്കേണ്ടത് നമ്മിൽ കുടികൊള്ളുന്ന ബോധസത്യമായിട്ടാണ് ഈശ്വരനെ നാം മനസ്സിലാക്കേണ്ടത്. ഈശ്വരൻ പുറത്തല്ല, നമ്മുടെ ഏവരുടെയും അകത്താണ് എന്ന് ഉപനിഷത്തുകളും ഭാഗവതവും എല്ലാം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. ബോധമാണ് ഈശ്വരൻ. ബോധം അവഭാസാത്മാവാണ്, സ്വയം പ്രകാശിച്ച് വിളങ്ങുന്നവനാണ്. എന്താണ് സ്വയം പ്രകാശിക്കൽ? ഉണ്ട് എന്ന സ്വാനുഭവമാണ് സ്വയം പ്രകാശിക്കൽ. ഈ ജഗത്തിൽ ഉണ്ട് എന്ന് സ്വയം അനുഭവിക്കുന്ന ഒരേ ഒരു വസ്തുവേയുള്ളൂ, അതാണ് ബോധം. ഞാനുണ്ട് എന്നുള്ളത് നമുക്ക് ഏവർക്കും പ്രത്യക്ഷമാണ്. എല്ലാവർക്കും ഞാനുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഞാൻ ഉണ്ട് എന്നുള്ളതാണ് ഒരു ബോധത്തിൻ്റെ ഏറ്റവും വലിയ നിർവചനം എന്ന് പറയുന്നത്. ഈശ്വരൻ്റെ ഏറ്റവും വലിയ നിർവചനം എന്ന് പറയുന്നത് ഞാനുണ്ട്. ഇക്കാരണത്താൽ തന്നെ ഉള്ളത്, അതായത് സത്യം, ബോധം മാത്രമാണ് എന്ന് സ്പഷ്ടം. ഉണ്ടെന്ന് സ്വയം അനുഭവമില്ലാത്തത് ഇല്ലാത്തതാണ്. ഇല്ലാത്തത് എങ്ങനെയാണ് സത്യമാവുക? അപ്പോൾ if you are very conscious of this, if you are very conscious of the consciousness, നമുക്ക് ഏറ്റവും ശക്തിമത്തായ അഗ്നിയെ ജ്വലിപ്പിക്കുന്ന, വെള്ളത്തിനെ ഒഴുക്കുന്ന, കാറ്റിനെ വീശിക്കുന്ന എന്താണോ അത് നമ്മിൽ ഏവരിലും ഊർജമായി വിളങ്ങുന്നു. ആ ഊർജത്തെ എങ്ങനെയാണ് നാം പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു സംഗതി. ശാന്തിയോടെയും പ്രസന്നമായും വളരെ പോസിറ്റീവായും നാം ആ ബോധത്തെ അനുദിനം നാം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഭാഗവതം വ്യക്തമായിട്ട് തന്നെ പറയുന്നു, ബോധം, സങ്കല്പം, ലോകജീവിതം. എങ്ങനെയാണോ നാം നമ്മുടെ ബോധത്തെ കൊണ്ടു നടക്കുന്നത് അതുപ്രകാരം തന്നെയാണ് ജീവിതം. നമുക്ക് ഏവർക്കും ആത്മസാക്ഷാത്കാരമല്ല നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് അനുഭവവേദ്യമായ ഈ ജീവിതത്തിൽ, നമ്മുടെ മുമ്പിൽ വിളങ്ങി നിൽക്കുന്ന ജീവിതത്തിൽ എങ്ങനെയാണ് സമാധാനത്തോടെയും ശാന്തിയോടെയും നമുക്ക് മുന്നോട്ട് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയുക? നമുക്കും അപരനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമാജത്തിനും നമ്മുടെ ദേശത്തിനും രാജ്യത്തിനും ലോകത്തിന് തന്നെയും എങ്ങനെയാണ് പ്രയോജനപ്പെടുന്ന പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ ഒരേ ഒരു കാര്യം മാത്രമാണ് നമുക്കുള്ളത്. എല്ലാവർക്കും ലോകത്തിൽ എല്ലാവർക്കും സുഖമാണ് ആവശ്യം എന്നുള്ളത് നിസ്സംശയമാണ്. ആ സുഖത്തിലേക്കുള്ള വഴികളാണ് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ, അതിനുള്ള വ്യാഖ്യാനങ്ങൾ. ബോധം, സങ്കല്പം, ലോകജീവിതം. അതിനെ തന്നെയാണ് പോസിറ്റീവ് തിങ്കിങ് ആയിട്ടല്ല, പോസിറ്റീവ് എനർജി ആയിട്ട് നാം എങ്ങനെയാണ് ഈ ബോധത്തിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം. അത് അനുനിമിഷം അനുദിനം, അതിനാണ് ബോധത്തിലേക്കുള്ള താക്കോലാണ് ശ്രദ്ധ എന്ന് പറയാറുണ്ട്. എത്രത്തോളം പോസിറ്റീവായിട്ടാണോ നമുക്ക് മുമ്പിൽ വിരിഞ്ഞു നിൽക്കുന്നത് അന്ധകരണം അഥവാ മനസ്സ്, അതാണ് സൂക്ഷ്മശരീരം. പുറമേ കാണപ്പെടുന്ന ജഡമാണ് ഈ സ്ഥൂല ശരീരം. ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന ഇരുണ്ട മറയാണ് കാരണശരീരം അഥവാ അവ്യക്തം. ഈ ബ്രഹ്മ എന്ന പദത്തിന് പ്രപഞ്ചമായി പെരുകി കാണപ്പെടുന്ന ബോധം എന്നതാണ് അർത്ഥം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ബ്രഹ്മപദത്തിന് പ്രപഞ്ചമായി പെരുകി കാണപ്പെടുന്ന ബോധം എന്ന് തന്നെയാണ് അർത്ഥം. എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും സ്വരൂപം ബോധമാണ്. അതും നമ്മിൽ ഞാൻ ആയി വിളങ്ങുന്നു. ഈ ബോധത്തെ നമുക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം.
നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്ന് പറയുന്നത് ഈ ബോധത്തെ നാം എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതുമാത്രമാണ്. ഇതിൽ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് എ പോസിറ്റീവ് ആക്ഷൻ കനോട്ട് ഗീവ് എ നെഗറ്റീവ് റിസൾട്ട്. അതിൽ യാതൊരു സംശയവുമില്ല. അതിനാണ് പ്രായോഗികമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എ പോസിറ്റീവ് ആക്ഷൻ കനോട്ട് ഗീവ് നെഗറ്റീവ് റിസൾട്ട്. നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ച വ്യത്യസ്തമാണ്. ഞാൻ ലോകത്തിനെ കാണുന്ന പോലെയല്ല നിങ്ങൾ ഏവരും കാണുന്നത്. ഞാൻ ലോകത്തെ കാണുന്നത് പോലെയല്ല മറ്റൊരാൾ കാണുന്നത്. രമണ മഹർഷി പറയാറുണ്ട്, ദൃഷ്ടി ജ്ഞാനമയമാകുമ്പോൾ ലോകം ബ്രഹ്മമയമാകുന്നു. ഇവിടെ അറിയാൻ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ അശാന്തിയുടേതായിട്ടുള്ള ഇന്നത്തെ ലോക വ്യവസ്ഥിതിയിൽ നമുക്ക് അല്പനേരം ഇരിക്കാൻ പോലും സാധിക്കുന്നില്ല. ഒന്നും ചെയ്യാതെ അല്പനേരം ഇരിക്കാൻ പോലും സാധിക്കുന്നില്ല. എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ് ജീവിതം എന്ന വലിയൊരു തെറ്റിദ്ധാരണയിലാണ് നാം അകപ്പെട്ടിരിക്കുന്നത്. എൻ്റെ സുഹൃത്ത് പറയാറുണ്ട്, നമ്മുടെ കാലുകൾ വരെ നാം മുഴുവനായി ഭൂമിയിൽ വയ്ക്കുന്നില്ല. ഓടാനുള്ള തയ്യാറെടുപ്പിലാണ് ലോകം. എവിടെയാണ് പോകുന്നത്? എവിടേക്കാണ് നമുക്ക് ഓടാനുള്ളത്? ഇതാണ് സ്ഥലം. എവിടെയും ഓടാനില്ല. നമുക്ക് ഇവിടെ ജീവിച്ച് തീർത്തേ മതിയാകൂ. എവിടെയും ഓടാനില്ല. അവനവൻ്റെ സ്ഥാനത്ത്, സ്വസ്ഥാനത്ത് വളരെ സ്വസ്ഥനായി അവനവൻ്റെ ഇടത്തിൽ, അതായത് തൻ്റെ ഇടത്തിൽ നാം ഏവരും ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കേണ്ടതുണ്ട്. ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് പ്രസരിപ്പിക്കേണ്ടതുണ്ട്. അതിനായിട്ട് തന്നെയാണ് ഈ സത്സംഗം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന് ബാലാരിഷ്ടതകളുണ്ട്. ഏതു കാര്യവും തുടങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ തീർച്ചയായും അതിനോട് അനുബന്ധിച്ച് വരും. ഓരോ ദിവസവും എപ്പോഴൊക്കെയാണോ സമയം ലഭിക്കുന്നത് അതിനനുസരിച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യണം എന്നാണ് കരുതുന്നത്. ഇന്നത്തെക്കാട്ടിലും കുറച്ചുകൂടി മെച്ചപ്പെടുത്താം നാളത്തെ വിവരണം. അതിനേക്കാളിലും കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ മറ്റന്നാളുള്ള വിവരണം. ഇതിന് അടിസ്ഥാനമായിരിക്കുന്നത്, ആധാരമായിട്ടുള്ളത്, ഈ സത്സംഗത്തിന് ആധാരമായിട്ടുള്ളത്, ഒരിക്കൽ കൂടി പറയുന്നു, പാലേഷൻ നായർ സാറുടെ വ്യാഖ്യാനമാണ് നാം ഇതിനെ ആധാരമായിട്ടെടുക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഗുരുപരമ്പരയെ വണങ്ങിക്കൊണ്ട് ഗുരുപരമ്പരയ്ക്ക് സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.